There's only one thing eternal. That is your relationship with God. That relationship with God. Everyone raise your hand. I want to extend my relationship with you, God. Hallelujah. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഉറപ്പില്ലാത്തത് കൊണ്ട് ദൈവവുമായിട്ട് ഓരോ നിമിഷവും നാം ബന്ധപ്പെട്ട് മതിയാകുകയുള്ളൂ. Because we don't have a certainty about our future life, we need to make and establish our life relationship with God. അടുത്ത നിമിഷത്തെക്കുറിച്ച് നമുക്ക് ഉറപ്പില്ലാത്തത് കൊണ്ട് എല്ലാ സെക്കൻഡുകൾ നാം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ച് മതിയാകുകയുള്ളൂ. When we don't know what the future holds, we have to establish a strong relationship with our Father. Praise God. കണ്ട ഒരു കാര്യം, അതായത് ഭൂമിയുടെ അന്തർഗർത്തത്തിൽ ഗവേഷണം ചെയ്ത് കണ്ടെത്തിയ മനുഷ്യാത്മാക്കളുടെ കരച്ചിലിന്റെ ശബ്ദം, അതായത് ഒറിജിനൽ വീഡിയോ, തന്റെ പിതാവാണ് ആ വീഡിയോ ഉണ്ടാക്കിയതെന്നും ആ വീഡിയോയിൽ റിയലായിട്ട് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന മനുഷ്യാത്മാക്കളുടെ, അതായത് ഭൂമിയുടെ അന്തർഭാഗത്ത് യാതനാ സ്ഥലത്ത് കിടക്കുന്ന മനുഷ്യാത്മാക്കൾ ഒരുമിച്ച് നിലവിളിക്കുന്ന നിലവിളിയുടെ ഘോരമായ ശബ്ദത്തിന്റെ റെക്കോർഡിങ് കേട്ട് ഞാൻ പേടിച്ചുപോയി. സ്വന്തം ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ജീവിക്കുന്ന നിമിഷം വരെ ഈ ലോകത്തിന്റെ സുഖം അനുഭവിച്ചു, ഈ ലോകത്തിന്റെ സമ്പത്ത് അനുഭവിച്ചു, നല്ല ഡ്രസ് ഇട്ടും ഹല്ലേലൂയ ഇങ്ങനെ സുഖിച്ചുള്ള ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നിനക്കെല്ലാം ദൈവം തന്നിട്ടുണ്ട്, നീ അനുഭവിച്ചു. എല്ലാം നീ സ്ഥാപിക്കുന്നത് ഈ ലോകത്തിൽ ബന്ധത്തേക്കാൾ നിന്റെ ദൈവമായിട്ടുള്ള ബന്ധമാണ്. അത് നിലനിർത്തത്തേ ഉള്ളൂ. അതാണ് നിന്നെ അഗ്രദേശത്ത് എത്തിക്കുവാനായിട്ട് പോകുന്നത്. I was seeing with the internet about a person that recorded some voices from deep in the earth. Those were people crying out in AIDS. And what you have, the wealth, the benefits that you will have, enjoy it. But also make certain that your relationship with your Father God is established. ബന്ധമില്ലാതെ, ദൈവവുമായി ബന്ധമില്ലാതെ മരിച്ചുപോയ ആത്മാക്കളുടെ ഘോരമായ നിലവിളിയുടെ ശബ്ദമാണ് ആ ശബ്ദത്തിൽ കൂടി എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. എന്നാൽ ദൈവവുമായി ബന്ധപ്പെട്ട് ജീവിച്ച ഭക്തൻ മരിക്കുമ്പോൾ അവൻ നിത്യതയിൽ ലാസറിനെ പോലെ അബ്രഹാമിന്റെ മടിയില് വിശുദ്ധന്മാരുമായി സന്തോഷിക്കുന്നുവെന്നാണ് ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. The voice that I heard is about the believers that died without hope, without faith, and perished. But when Lazarus died, when people with hope dies, they are in the bosom of Abraham, and they will rejoice forever. Praise God. Hallelujah. ഈ ബന്ധം സ്ഥാപിച്ചവരാരും നിത്യയാതന സ്ഥലത്തേക്ക് പോകുകയില്ല. Those that have got this form relationship will not go into hell. അവർ മരിച്ചാലും ജീവിച്ച് ആ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. Even when they die, they will rise up and go into that joyous moment. ഓരോ നിമിഷവും ദൈവത്തോടുള്ള ബന്ധം ആഴമായി മാറട്ടെ. Let every moment in your life be a strong relationship with God. ട്യൂസ്ഡേയിൽ പ്രസംഗിച്ച പ്രസംഗത്തിന്റെ ശക്തിയേറിയ വചനം എന്റെ ഹൃദയത്തിൽ എന്നും ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുക. The message that I spoke on Tuesdays again and again coming up in me. ഞാൻ ആത്മാർത്ഥമായി നിന്നോട് ഞാൻ പറയുകയാണ്, എന്റെ ഹൃദയത്തിൽ എപ്പോഴും ആ ശബ്ദം മുഴുവനും ദൈവത്തിന് പ്രസാദമല്ലാത്ത ഒരു വാക്യം നീ പറയരുത്, ദൈവത്തിന് പ്രസാദമല്ലാത്ത ഒരു കാര്യം നീ ചെയ്യരുത്. ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ശക്തമായ ശബ്ദം കേട്ട് എന്റെ ദൈവത്തെ ശക്തമായി ആരാധിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇന്ന് പകൽക്കാലം നിങ്ങൾ കേൾക്കുന്ന വചനം നിങ്ങൾ ഏറ്റെടുത്ത് മതിയാകുകയുള്ളൂ, നിങ്ങൾ കൈക്കൊണ്ടേ മതിയാകുകയുള്ളൂ. ഈ ജീവിതം നശ്വരമാണ്, ഈ ജീവിതം നശ്വരമാണ്, ഈ ജീവിതം നശ്വരമാണ്. ദൈവവുമായി ബന്ധം നിങ്ങൾ ആഴമായി സ്ഥാപിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. This life in this world is temporal. What I spoke on Tuesday is do everything, purpose everything to please God, because this life is very limited. Establish a strong relationship with God. നമ്മുടെ ബന്ധമെല്ലാം മരണം കൊണ്ട് തീരും. All relationships in this world will end at death. Is that so? ഒരു തുള്ളി കണ്ണതിലോട് കൂടി ചില ഉള്ളി തേച്ച കരയുന്നത് കണ്ണതിൽ വരുത്തില്ല. ഈ സ്നേഹിക്കുന്നവരുടെ കാര്യം പറയുന്നത്, കണ്ണതിൽ വരാത്തവർ ഉള്ളിയുടെ പോക്കറ്റ് വെച്ചിട്ടുണ്ട്. കണ്ണതിൽ വന്നില്ല എന്തോ ചെയ്യും? സ്വന്തം ഉള്ളിനീര് പരത്തി ബന്ധുക്കൾ കരയുന്നത് കണ്ടിട്ടുണ്ട്.
Praise the Lord. ഇതൊക്കെ ആ ശവക്കുഴി കൊണ്ട് തീരുന്നതാണ്. എന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നീ മരിച്ചാൽ നീ ഏകനല്ല. നിനക്കൊരു പ്രത്യാശയുടെ തുറമുഖമുണ്ട്. നിനക്കൊരു നിത്യതയുടെ തുറമുഖമുണ്ട്. നിനക്കൊരു സ്വർഗീയ തീരമുണ്ട്. If you have eternity sure with you when you die, you will rejoice in heaven. If you do not have that, all will be limited to a few years. Certainty of death. Hallelujah. In the history, everyone from Adam till now has died a normal death. When you hear this, I know fear will come. I know that we don't have any sorrow. ഇന്നുവരെയുള്ള ഈ ചരിത്രത്തിൽ പ്രഗത്ഭന്മാരും ശക്തന്മാരും ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടവരും പ്രസംഗിച്ചവരും നിന്നവരും എല്ലാവരും till this moment, everyone that was able, everyone that preached, everyone that was for God, all have died a normal death. രണ്ടുപേരെ മരിക്കാതെ പോയിട്ടുള്ളൂ ഇതുവരെ ഉള്ള ചരിത്രത്തിൽ. ആരോഗ്യവും ഏലിയാവും ഇവർ രണ്ടുപേരും മാത്രമേ മരിക്കാതെ നിന്നിട്ടുള്ളൂ. In the total history, there is only two people that never died. One was Enoch and the other one was Elijah. For every one of us, there is an appointed time of death. But we do not know the time. Praise the Lord. We never know when that moment will come. So what we need to do, because we don't know about that time. More than the relationship with man, you need to draw close to your God. You need to stand firmly with that relationship with God. It is not ending with this life here. Hallelujah. This life will not terminate at death. Hallelujah. There is surely a life after death. And you are the one that will decide if there is going to be a life after death. And you only have to do is build a strong relationship with God. Praise the Lord. Praise the Lord. I'm going to stop it here. Certainty of Christ coming. Hallelujah. Certainty. At the same time, uncertainty of his time. Hallelujah. And ആ സമയത്ത് തന്നെ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തുള്ളൂ. ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ആര് വരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു സ്തോത്രം. At that very time we know that Jesus Christ is soon coming. അവൻ വരുന്നു എന്നേ പറഞ്ഞുള്ളൂ സ്തോത്രം. He only said he will come. എപ്പോൾ വരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. He never mentioned when he will come. ഞാൻ കഴിഞ്ഞ രാത്രി ഇത് ചിന്തിച്ചു ദൈവമേ അതിന് എന്താ കാരണം സ്തോത്രം. And I was thinking what is the reason he is delayed. എനിക്ക് കിട്ടിയ ഒരു മറുപടിയായി പ്രസംഗത്തിന്റെ ടോപ്പിക് സ്തോത്രം. This is the answer he gave me the topic. എന്തിനാണെന്നറിയാമോ സമയം പറയാതിരുന്നത് സ്തോത്രം. You know why he didn't tell the time? അന്ന് വരെ നീ അവനുമായി ബന്ധപ്പെട്ടിരുന്നേ പറ്റത്തുള്ളൂ സ്തോത്രം. Because you will have to maintain that personal relationship with that God. നീ അവനുമായി ബന്ധപ്പെട്ടിരുന്നേ പറ്റത്തുള്ളൂ സ്തോത്രം. You need to have that personal relationship with him. You don't want just a relationship when the trumpet blows. Praise the Lord. Hallelujah. At an unexpected time, the trumpet will blow. Praise the Lord. At your unexpected moment, the trumpet will blow. In Corinthians, it is said like this. This rapture mentioned there is not a very long process. Do not think that God is going to give you a time gap where you can be rounded up and made correct before taking.
സ്തോത്രം. There won't be no time to discuss with the pastor.